രണ്ടാം കേസിലും അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയെന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അതിവേഗ നീക്കങ്ങൾ നടത്തുകയാണ്. ആദ്യ കേസിൽ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് എന്നുള്ള അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയതിന് തൊട്ടു പിന്നാലെ സെഷൻസ് കോടതിയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ കേസിൽ കൂടി അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെടാൻ നേരത്തെ ശ്രീ എം ആർ അഭിലാഷ് പറഞ്ഞതേ ഉള്ളൂ. ഈ പറയുന്ന ആദ്യ കേസിന്റെ നോട്ട് ടു അറസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് കഥയുണ്ടാവില്ല. കാര്യം രണ്ടാം എഫ്ഐആർ അവിടെ കിടക്കുകയാണ്. ആ എഫ്ഐആറിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നു. എന്തായാലും രണ്ടാമത്തെ കേസിനെയും രാഹുൽ മാങ്കൂട്ടത്തിലും അഭിഭാഷക സംഘവും ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട്. രണ്ടാമത്തെ കേസിലും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉമേഷ് ബാലകൃഷ്ണൻ, ഉമേഷ്, അതിവേഗ നീക്കമാണ് കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ ഈ നോട്ട് ടു അറസ്റ്റിന്റെ ഗുണം രാഹുൽ മാങ്കൂട്ടത്തിന് മുതലെടുത്തുകൊണ്ട് പുറത്തേക്ക് വരാൻ കഴിയില്ല. അതല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായും അഷ്മി, അതിവേഗ നീക്കത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാം കേസിൽ SIT സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇന്നലെ തന്നെ SIT സംഘം ഈ രണ്ടാമത് പരാതി നൽകിയ പെൺകുട്ടിയുമായി അനൗദ്യോഗികമായി സംസാരിച്ചു. മെയിൽ വഴി ആദ്യം റിപ്ലൈ നൽകി മൊഴി നൽകാൻ തയ്യാറാണെന്ന് ഈ പെൺകുട്ടി അറിയിച്ചത് പ്രകാരം ഈ പെൺകുട്ടിയുമായി അനൗദ്യോഗികമായി സംസാരിച്ചു. ഇന്നോ നാളെയോ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനിരിക്കെയാണ് രാഹുലിന്റെ നീക്കം. തിരുവനന്തപുരം നേരത്തെ കേസ് പരിഗണിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അത് നൽകില്ല എന്ന് തീരുമാനിച്ച അതേ കോടതിയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ വീണ്ടും മുൻകൂർ ജാമ്യം ഈ കേസിലും നൽകണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അറസ്റ്റ് തടയണമെന്നുള്ളതാണ് പ്രധാന പ്ലേ. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു ചർച്ച നടക്കുക. ആദ്യഘട്ടത്തിൽ ആദ്യ കേസിൽ സമാനമായി ഈ രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോയപ്പോൾ അറസ്റ്റ് തടയുക എന്നുള്ള നിലപാട് കോടതി എടുത്തിരുന്നില്ല. അതിൽ വിധി പറയുന്ന രീതിയിലേക്കായിരുന്നു എത്തിയത്. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് തടയണം എന്നുള്ള ഒരു ആവശ്യവും കൂടി ഇതിൽ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഇത് സംബന്ധിച്ച നിർണായകമായ നീക്കം കോടതിയിൽ ഇന്ന് തന്നെ ഉണ്ടാകും. ഹഷ്മി, അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്നും ഈ നോട്ട് ടു അറസ്റ്റ് കിട്ടുകയാണെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ പ്ലാനിങ് അവിടെ ഉണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് അത് സാധ്യമാവില്ലല്ലോ. തീർച്ചയായും ഇതിൽ ഈ കേസിൽ സംബന്ധിച്ചിടത്തോളം കേസിൽ രണ്ടാമത്തെ കേസിൽ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ കഴിയുന്ന ചില കാരണങ്ങളുണ്ട്. കാരണം ഇത് പരാതിക്കാർ ആരാണെന്നോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതി അത് KPCC ഫോർവേഡ് ചെയ്തു എന്നുള്ളതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരി ആരാണ് എന്നുള്ള വിവരം ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ മുഖമുണ്ട് എന്ന് പരാതിക്കാർ ഈ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടയണമെന്നുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന് വാദിക്കാൻ കഴിയും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഈ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിന്ന് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തിടുക്കം അല്ലെങ്കിൽ വേഗത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു. ഇന്നലെ തന്നെ SIT ചുമതല ഈ രണ്ടാമത്തെ കേസിന്റെ ചുമതല AG പൂങ്കുഴലിക്ക് നൽകിയിരുന്നു. അതുകൂടാതെ മൂന്ന് CIമാർ വനിതാ CIമാർ ഉൾപ്പെടെയാണ് ടീം രൂപീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയിരുന്നു. ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തുകയും മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ കേസിലെ പരാതിക്കാരി ചില ആശങ്കകൾ അറിയിച്ചിരുന്നു. ആദ്യ കേസിൽ പരാതിക്കാരിയായ പെൺകുട്ടിയെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ചില ആശങ്കകളുണ്ട് എന്ന് ഈ രണ്ടാമത്തെ കേസിൽ പരാതി നൽകിയ പെൺകുട്ടി SIT സംഘത്തിനെ അറിയിച്ചിരുന്നു. എന്നാൽ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഉറപ്പ് SIT സംഘം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നോ നാളെയോ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് പോകാനിരിക്കെയാണ് രാഹുലിന്റെ ഏറ്റവും നിർണായകമായ നീക്കം. ഈ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യവുമായാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അല്ല ഉമേഷ്, രണ്ടാമത്തെ കേസിന്റെ അപ്ഡേറ്റ്സ് എന്താണ് എന്ന കാര്യം നമുക്കറിയില്ല. നേരത്തെ KPCക്ക് അയച്ച പരാതിയിലും അവർക്ക് ഈ പറയുന്ന ഭയങ്ങൾ കൊണ്ട് കാരണം അവർ ഐഡന്റിറ്റി വെളിപ്പെടുത്താനേ തയ്യാറല്ല. എവിടെയാണെന്നും കേരളത്തിന് പുറത്ത് എന്ന് പറയുന്നതല്ലാതെ അല്ലെങ്കിൽ പ്രായം പറയുന്നതല്ലാതെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എന്തായാലും പെൺകുട്ടി തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതിയിൽ പോലീസ് എന്തായാലും ഒരു മറുപടി നൽകേണ്ടി വരുമല്ലോ. അപ്പോൾ അതിലങ്ങനെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ പോലീസ് എന്താകും കോടതിയോട് പറയാൻ കഴിയുക? കോടതിയിൽ ഈ അന്വേഷണ സംഘം പ്രാഥമികമായ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ കോടതി അറിയിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ അനൗദ്യോഗികമായി ഈ രണ്ടാമത് പരാതി നൽകിയ പെൺകുട്ടിയുമായി സംസാരിച്ചു എന്നാണ് SIT വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതായത് ആകെ ലഭിച്ചിരുന്നത് ഒരു അനോണിമസ് ഇമെയിൽ ID മാത്രമായിരുന്നു. ആ അനോണിമസ് ഇമെയിൽ IDയിൽ നിന്നാണ് KPCC അധ്യക്ഷനടക്കം ഈ പരാതി വന്നത്. ആ പരാതിയിൽ ആ ഇമെയിൽ IDയിലാണ് SIT സംഘം ആദ്യം ബന്ധപ്പെടുന്നത്. ആ ബന്ധപ്പെടുന്നതിനനുസരിച്ച് ഈ ഇരയായ പെൺകുട്ടി ഫോൺ നമ്പർ നൽകുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു.
ചെയ്തു. അതേസമയം മറ്റ് രീതികൾ അല്ലെങ്കിൽ നേരിട്ട് കണ്ട ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവുകളുണ്ടോ, മറ്റ് ഡിജിറ്റൽ തെളിവുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ശേഖരിക്കാൻ ഇപ്പോഴും SIT സംഘത്തിന് ആയിട്ടില്ല. അത് പൂർണ്ണമായി ഈ പെൺകുട്ടിയെ വിശ്വാസത്തിൽ എടുത്തു മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അത് ഇത്തരമൊരു ആശങ്ക തുടക്കത്തിൽ ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ SIT സംഘത്തിനോട് ഇത്തരമൊരു ആശങ്ക ഈ രണ്ടാമത്തെ കേസിൽ പരാതി നൽകിയ പെൺകുട്ടി പങ്കുവച്ചിരുന്നു എന്നാണ് SIT സംഘം അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഒരുപക്ഷെ കോടതിയിൽ അറിയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയുടെ ഐഡന്റിറ്റി SIT സംഘത്തിന് പൂർണ്ണമായി ലഭിച്ചോ എന്ന ചോദ്യത്തിന് എങ്ങനെയായിരിക്കും SIT ഈ കോടതിയിൽ റിപ്പോർട്ട് നൽകുക എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഉറപ്പായും ഉമേഷ്, ഇപ്പോൾ ശരിയാണ്, ആ പരാതിക്കാരിക്ക് ജനുവിനായുള്ള ആശങ്കകളുണ്ട്. ആ ആശങ്കകൾക്ക് കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യ കേസിലെ പരാതിക്കാരിയെ ഏതോ ഒരു ചിത്രം എടുത്ത് വെച്ചുകൊണ്ട് വൃത്തിയോട് പറഞ്ഞ കഥയൊക്കെ നമുക്കറിയാം, ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അതിൽ രാഹുൽ ഈശ്വർ അടക്കമകത്ത് കിടക്കുന്നതും കൂടുതൽ അറസ്റ്റ് ഉണ്ടായതും അങ്ങനെ അറസ്റ്റ് ഉണ്ടായപ്പോഴേക്കും ആ ഒരു ട്രെൻഡ് അങ്ങ് അവസാനിച്ചതും പിന്നെ ഇപ്പോൾ ആരും അങ്ങനെ കാര്യമായി മിണ്ടുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ കോടതിയിൽ എത്രത്തോളമാണ് പരാതിക്കാരുടെ ആശങ്ക ഉണ്ടാവുക? കോടതിയിൽ ഈ പറയുന്ന പരാതിക്കാരനെതിരെ ഒരു പരാതിക്കാരി ഉണ്ടാവണം, ആ പരാതിക്കാരുടെ വേറെ ബോട്ട്സ് ഉണ്ടാവണം, ഉണ്ടായ കാരണങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അത് SITക്ക് ഒരു വെല്ലുവിളിയാണോ ഉമേഷ്? തീർച്ചയായും ഈ കേസിലെ ഏറ്റവും പ്രധാന വെല്ലുവിളി അത് തന്നെയാണ് രശ്മി. കാരണം ഇപ്പോഴും ആ പരാതിക്കാരി ഔദ്യോഗികമായി ഒരു പരാതി എഴുതി നൽകിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ പേര് വെക്കാത്ത അനോണിമസ് ആയ ഒരു ഇമെയിൽ ID നിന്ന് മാത്രമാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പക്ഷേ SITക്ക് ലഭിച്ചിരിക്കുന്ന അനൗദ്യോഗികമായി ഫോണിൽ സംസാരിച്ചപ്പോൾ ലഭിച്ചിരിക്കുന്ന മറുപടി താൻ മൊഴി നൽകാൻ തയ്യാറാണ്, താൻ മൊഴി നൽകാമെന്ന് കൃത്യമായി SIT സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ആശങ്ക പൂർണ്ണമായി പരിഹരിക്കാൻ ഒരുപക്ഷെ SIT സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കണം ഈ മൊഴിയെടുക്കൽ, ഔദ്യോഗികമായ മൊഴിയെടുക്കൽ ഇപ്പോൾ വൈകാൻ കാരണം. FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയുടെ കൃത്യമായ തെളിവുകളോ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഏതെങ്കിലും രീതിയിൽ മറ്റു തെളിവുകളോ ശേഖരിക്കാൻ SIT സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഈ പറയാൻ പോകുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നുള്ളത് തന്നെയാകും. പക്ഷേ ആദ്യ കേസിൽ കിട്ടിയ ആദ്യ കേസിൽ പ്രോസിക്യൂഷന് കിട്ടിയ ഒരു ആനുകൂല്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ SITക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഈ ആദ്യ കേസിൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദം നടന്നപ്പോഴും ഈ രണ്ടാമത് പരാതി വന്ന കാര്യം കൂടി കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ അപ്പോൾ കോടതി ആദ്യ കേസിൽ കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യ കേസിൽ ഇപ്പൊ ഇനി പ്രതിഭാഗത്തിനാവട്ടെ പ്രോസിക്യൂഷൻ ആവട്ടെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാൻ തെളിവുകളുണ്ട് എന്നവർ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ പറഞ്ഞിരുന്നു മാത്രമല്ല, ഈ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുകയും ആ തെളിവ് പരിശോധന ഉണ്ടാവുകയും ആ തെളിവ് പരിശോധനയിൽ നിന്നാണ് ഇത് ഈ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണമാണ് നിലനിൽക്കുമ്പോൾ തന്നെ ഈ കേസിന് പ്രഥമദൃഷ്ട്യാ കുറ്റം ചെയ്തു തെളിയിക്കാൻ ആവശ്യമായ ഈ തെളിവ് ഞങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് കോടതി പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന കണ്ടന്റ് ഉള്ളതുകൊണ്ടാണല്ലോ. രണ്ടാമത്തെ കേസിൽ അതൊക്കെ ഉണ്ടോ എന്നതാണ് ചോദ്യം ഉമേഷ്. തീർച്ചയായും കോടതിയിൽ ഇതിൽ പ്രോസിക്യൂഷന്റെ നിലപാട് ചോദിക്കുന്ന ഘട്ടത്തിൽ അതിന് മുന്നോടിയായി തെളിവുകൾ ഉണ്ട് എന്നും ഈ തെളിവുകൾ ഒരുപക്ഷെ പ്രതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയോ അല്ലെങ്കിൽ അറസ്റ്റ് തടയുന്ന നടപടിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ സ്വാധീനിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് കോടതിയെ ധരിപ്പിക്കാനുമായാൽ ഈ അറസ്റ്റ് തടയുന്ന നടപടിയിലേക്ക് കോടതി കടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ SITക്ക് മുന്നിൽ അത്തരം തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ SIT സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിവ്. SIT സംഘം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടി ആരംഭിച്ചിരുന്നു. ഇന്നലെ തന്നെ പെൺകുട്ടിയുമായി ഫോണിൽ സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മൊഴി നേരിട്ട് രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും മറ്റു തെളിവുകൾ ഈ പീഡിപ്പിക്കപ്പെട്ട സ്ഥലം, അതുമായി ബന്ധപ്പെട്ട മറ്റു മൊഴികൾ, സാഹചര്യ തെളിവുകൾ എന്നിവ ശേഖരിക്കാനുമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. പക്ഷേ ഇത് വളരെ വേഗത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ ഒരു മറുപടി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ വേഗത്തിൽ ഏത് രീതിയിലുള്ള മറുപടി കോടതിയിൽ നൽകും എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് SITക്ക് മുന്നിൽ കൃത്യമായ മൊഴി പോലും രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ പറഞ്ഞതുപോലെ രണ്ടാമത്തെ കേസിലെ പരാതിയും വളരെ ഗൗരവമുള്ള ഒരുപക്ഷെ ആദ്യ കേസിൽ രാഷ്ട്രീയ സ്വാധീനമടക്കം ആരോപിക്കപ്പെടുമ്പോഴും രണ്ടാമത്തെ കേസിൽ അതുമായി ബന്ധപ്പെട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.